ഓപ്പറേഷൻ സിന്ധൂറിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച എന്നുള്ള വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നന്ദഗോപൻ തുടരുന്നുണ്ട്. നന്ദൻ, ഈ രാജ്നാഥ് സിംഗ് ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരൊക്കെ തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കും. അവരായിരിക്കും ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കും എന്നുള്ളതാണ്. 16 മണിക്കൂർ ചർച്ചയ്ക്ക് വേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ട്. ഭാരതം ഓപ്പറേഷൻ സിന്ധൂറിൽ എന്താണ് നിലപാട്, എന്താണ് സംഭവിച്ചത് എന്ന് ലോകരാജ്യങ്ങളോടൊക്കെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞ കാര്യമാണെങ്കിൽ പോലും ഇന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. രഖി, ഓപ്പറേഷൻ സിന്ധൂർ എന്താണെന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഭാരതം പ്രത്യേക ദൗത്യ സംഘത്തെ അതിനായി നിയോഗിച്ചിരുന്നു. ഓരോ ദൗത്യ സംഘങ്ങളും വിവിധ രാഷ്ട്രങ്ങൾ സന്ദർശിച്ച് ഭാരതത്തിൻ്റെ നിലപാട് എന്താണ് ഭാരതം ആയുധമെടുക്കുവാൻ കാരണമായത്, എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ, പെഹൽഗാമിൽ എന്താണ് സംഭവിച്ചത്, ഭീകരവാദികൾ എങ്ങനെയായിരുന്നു പെഹൽഗാമിൽ ഈ സാധാരണക്കാരായിട്ടുള്ള 26 പേരെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ വിശദാംശങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രത്യേക ദൗത്യ സംഘത്തിലൂടെ ഭാരതത്തിന് എത്തിക്കാൻ. അപ്പോഴും അവിശ്വസനീയം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ അവമതിപ്പോടുകൂടി കാണുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് കുട്ടികൾ കളിക്കുന്ന വീഡിയോ ഗെയിമാണ് എന്നുള്ള പ്രസ്താവന നടത്തിയത് കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്ര അധ്യക്ഷൻ നാനാ പട്ടോളാണ്. മാത്രമല്ല, ഈ മല്ലികാർജ്ജുന ഖാർഗെ ആയിരുന്നു ഇത്തരം ആക്ഷേപങ്ങൾക്ക്, അതായത് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ആക്ഷേപങ്ങൾക്ക് തുടക്കമിട്ടത് മല്ലികാർജ്ജുന ഖാർഗെ ആയിരുന്നു. ഓപ്പറേഷൻ സിന്ധൂർ ഒരു സാധാരണ നടപടിയാണ്, അല്ലെങ്കിൽ അതിനെ വില കുറച്ച് കാണിക്കാനായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെ, കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, ശ്രമിച്ചത്. പിന്നീട് കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്ര അധ്യക്ഷൻ നാനാ പട്ടോൾ ഇത്തരം ആക്ഷേപങ്ങൾ ഏറ്റെടുത്തു. ഒപ്പം തന്നെ കർണാടക MLA കോദണ്ഡ മഞ്ജുനാഥ എന്നുള്ള കോൺഗ്രസിൻ്റെ MLAയും സമാനമായ ആക്ഷേപങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ തൊടുക്കുകയുണ്ടായി. ജമ്മു കാശ്മീരിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിട്ടുള്ള അഹമ്മദ് മിറും സമാനമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ഉയർത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ധൂർ സാധാരണ നടപടിയാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു ഇത്തരം നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. കുട്ടികളുടെ വീഡിയോ ഗെയിമിനോട് പോലും ഉപമിക്കുവാൻ വേണ്ടി തയ്യാറായി കോൺഗ്രസ്. ആ രീതിയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചു എന്നായിരുന്നു BJP ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ അത് രാജ്യത്തിൻ്റെ ഐക്യത, അല്ലെങ്കിൽ ഐക്യം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുവാൻ ഉതകുന്ന നടപടിയായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ അതിൽ പരമാവധി ഭിന്നത കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ അതിലൂടെ തന്നെ ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുമുണ്ട്. ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തമായി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ പാർലമെന്റിനുള്ളിൽ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യുന്നത്. തുടക്കമിടുക രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയാകും. പിന്നീട് ഈ ചർച്ച മുന്നോട്ട് നയിക്കുക S ജയശങ്കറും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷയെ പോലുള്ള മുതിർന്ന നേതാക്കളാകും. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ വാ മൂടിക്കെട്ടി സഭയ്ക്കുള്ളിൽ നിന്ന് കേന്ദ്രം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ധൂർ വിവരിക്കുന്നത് കേൾക്കുകയല്ലാതെ മറ്റ് മറുപടി പറയുവാൻ വേണ്ടിയുള്ള അവസരം ഒരുപക്ഷെ, അല്ലെങ്കിൽ അത്തരം അവസരം ഔദ്യോഗികമായി നൽകിയാലും കോൺഗ്രസിന് മറുപടി പറയുവാനുള്ള വാക്കുകൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പരമാവധി നേരത്തെ സൂചിപ്പിച്ച പോലെ ഓപ്പറേഷൻ സിന്ധൂറിനെ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവമതിപ്പുണ്ടാക്കുവാനും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ സൈനിക ശേഷിയെ കുറച്ചു കാണിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ് വാസ്തവം. ഇക്കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും BJP പാർലമെന്റിനുള്ളിൽ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വലിയ രീതിയിലുള്ള വാക്പോര് ഇന്ന് പാർലമെന്റിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന് ഇതൊരു വലിയ തിരിച്ചടി എന്ന നിലയിൽ അവർക്ക് വിലയിരുത്തേണ്ട ഒരു സാഹചര്യം പിന്നീട് ഉണ്ടാകുമെന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ആ കോൺഗ്രസിന് ഈ ഓപ്പറേഷൻ സിന്ധൂർ 16 മണിക്കൂറത്തെ ചർച്ച കഴിയുമ്പോഴേക്കും അത് കോൺഗ്രസിന് തന്നെ വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. പല വിഷയങ്ങളും ഈ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ചയാകുമ്പോൾ എപ്പോഴും കോൺഗ്രസിന് തിരിച്ചടിയായ ഒരു ചരിത്രമാണ് ഈ സമീപകാലങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ തന്നെ രാജ്യത്തെ ജനങ്ങളോട് ഇക്കാര്യങ്ങൾ, അതായത് എന്തിനെ പറ്റിയാണോ ചർച്ച ചെയ്യുന്നത് അത് വിവരിക്കുവാൻ കൂടുതൽ അവസരം കോൺഗ്രസ് ആയിട്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷമായി തന്നെ നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ ഇന്ന് തീപിടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ സർക്കാരിൻ്റെ ചില നിലപാടുകളെ ചോദ്യം ചെയ്തും രംഗത്തെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഇടപെടൽ നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റാണ് എന്നുള്ള അവകാശവാദം നിലനിൽക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എന്താണ് ഇടപെടൽ എന്നുള്ള ചോദ്യം പ്രധാനമായും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പാർലമെൻറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം
അതേസമയം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഒന്നും തന്നെ അമേരിക്ക പ്രവർത്തിച്ചിട്ടില്ല. ഭാരതം ആയുധം കീഴെ വെച്ചത് അല്ലെങ്കിൽ ആയുധം താഴെ വെക്കാൻ ഇടയായത് അത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുമുള്ള മാപ്പപേക്ഷ കൊണ്ട് മാത്രമാണ് എന്നുള്ളത് നേരത്തെ തന്നെ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങളും അതേപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയവും അടക്കം വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയതാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയതാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടൽ എന്നുള്ളത് അവകാശവാദങ്ങൾ മാത്രമാണ് എന്നുള്ളതും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഏതായാലും ഇക്കാര്യങ്ങൾ അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇടപെടൽ സംബന്ധിച്ചായിരിക്കും പ്രധാനമായും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ചോദ്യങ്ങളും അല്ലെങ്കിൽ സർക്കാരിനെ ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കൈകടത്തൽ എന്നുള്ള വിഷയത്തിൽ മുൻനിർത്തിക്കൊണ്ടായിരിക്കും സർക്കാരിനെ ആക്രമിക്കുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുക. ഇതിനോടൊപ്പം തന്നെ പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായും കോൺഗ്രസ് ആരോപിക്കുന്നു. അവിടെ ഉണ്ടായത് ഇൻ്റലിജൻസ് വീഴ്ചയാണ് എന്നതടക്കമാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഈ രണ്ട് വാദമുഖങ്ങളും ഉയർത്തിക്കൊണ്ടായിരിക്കും കോൺഗ്രസ് പാർലമെൻറ്റിനുള്ളിൽ കേന്ദ്ര സർക്കാരിനെ നേരിടാൻ ശ്രമിക്കുക. അതേസമയം തന്നെ എന്താണ് പഹൽഗാമിൽ സംഭവിച്ചതെന്നും പഹൽഗാമിൽ അത്തരമൊരു സംഭവം ഉണ്ടാകാൻ ഇടയായ ഒരു സാഹചര്യം അടക്കം ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന് പാർലമെൻറ്റിൽ വിവരിക്കേണ്ടി വരും. ഇത്തരമൊരു സാഹചര്യം അത് സ്വാഭാവികമായും വലിയ വാക്പോര് പ്രതിപക്ഷ ഭരണപക്ഷ വലിയ വാക്പോരിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാഖി പാർലമെന്റിൽ ഇന്ന് ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരിക്കും ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക. പ്രതിപക്ഷ നിരയിൽ നിന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കും. അപ്പോഴും ലോകത്തോട് പ്രതിനിധി സംഘത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ചിരുന്നു. ആ ഘട്ടത്തിൽ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട ശശി തരൂർ MP-യെ കോൺഗ്രസ് നിർദ്ദേശിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 16 മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ള സമയം. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.